നമസ്കാരം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഫൗണ്ടേഷൻ എക്സാംസിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല. എക്സാം സെൻറ്ററുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് പോളിംഗ് ബൂത്ത് വരുന്നത് കൊണ്ട് ചില എക്സാം സെൻറ്ററുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, ഇടുക്കി, കോട്ടയം ഈ പറയുന്ന ജില്ലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ പുതിയ വന്ന നോട്ടിഫിക്കേഷനിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയാം. തൃശ്ശൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, ഇടുക്കി, കോട്ടയം. അപ്പോൾ ഈ ജില്ലകളിലുള്ള കുട്ടികൾ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ യാതൊരു മാറ്റങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടില്ല. ഈ മാറ്റം വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ഞാൻ സ്ക്രീനിലൊന്ന് കാണിക്കാം. ഇതിൽ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയിൽ നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറി. ഇപ്പോൾ മാർ ക്രിസോസ്റ്റം കോളേജാണ് ആയിട്ടുള്ളത്. അവിടെ എല്ലാ ദിവസത്തെ പരീക്ഷകളും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാമിനേഷനും നിങ്ങൾ ഇനി അവിടെ ആയിരിക്കും എഴുതേണ്ടി വരിക. മറ്റൊന്ന് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ട് അത് നിങ്ങൾ കറക്റ്റ് ഹോൾ ടിക്കറ്റിൽ നോക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞതിൽ ഏതാണെന്നുള്ളത് നോക്കുക. അത് കാർമൽ അക്കാഡമി ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അതും എല്ലാ ദിവസത്തെ എക്സാമിനേഷനാണ് മാറിയിരിക്കുന്നത്. മറ്റൊന്ന് ഇത് രണ്ടുമാണ് ആലപ്പുഴയിൽ മാറ്റം വന്നിരിക്കുന്നത്. മറ്റൊന്ന് എറണാകുളത്താണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് മാറിയിട്ട് ആൽബർട്ടീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോളേജായിട്ടുണ്ട്. അതും എല്ലാ ദിവസത്തെ എക്സാം തന്നെയാണ് മാറിയിരിക്കുന്നത്. മറ്റൊന്ന് ചിന്മയ വിദ്യാപീഠ് എന്ന് പറയുന്ന വേരിയം റോഡിലുള്ള സെൻറ്ററും, അതേപോലെ തന്നെ ചിന്മയ വിദ്യാലയ വടുതല, പള്ളിക്കാവ് ടെമ്പിൾ റോഡിനടുത്തുള്ള വടുതലയിലുള്ള ചിന്മയ വിദ്യാലയ, ഈ രണ്ട് സെൻറ്ററിലെ കുട്ടികളും കൂടിയിട്ട് മാറിയിരിക്കുന്നത് ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ബ്ലോക്ക് ബിയിലേക്കാണ്. അതും എല്ലാ ദിവസത്തെ എക്സാമിനേഷനും മാറിയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ കൊച്ചി തന്നെയാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലുവ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ബ്രിഡ്ജ് റോഡിനടുത്തുള്ളതും, അതേപോലെ തന്നെ സെൻറ്റ് ജൂഡ് EMHSS കർണക്കോടം തമ്പനം എന്ന് പറയുന്ന ആ രണ്ട് സ്കൂളിലെ കുട്ടികളും ഈ സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സ്കൂൾ ഫോർ ഗേൾസ് പാലസ് റോഡ് ആലുവയിൽ തന്നെയുള്ള സ്കൂളിലേക്കാണ് മാറിയിരിക്കുന്നത്. അതും എല്ലാ ദിവസത്തെ എക്സാമിനേഷൻ മാറിയിട്ടുണ്ട്. അതിനുശേഷം നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുള്ളത് കിഴക്കേക്കര, അവർ മാറിയിട്ടുള്ളത് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കോളേജ് വ്യത്യാസമുണ്ടോ, നിർമ്മല കോളേജ് രണ്ട് മൂവാറ്റുപുഴയിൽ രണ്ട് കോളേജ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൽ കിഴക്കേക്കര എന്നുള്ളൊരു സ്പേസും കാണുന്നുണ്ട്, ഇപ്പുറത്തത് കാണുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക, അവരൊന്ന് വിളിച്ചു നോക്കിയാലും കുഴപ്പമില്ല. എന്തായാലും രണ്ട് മൂവാറ്റുപുഴ തന്നെയാണ്. അതിൽ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ ദിവസത്തെ എക്സാമിനേഷൻ മാറിയിട്ടുണ്ട്. മറ്റൊന്ന് നിർമ്മലഗിരി കോളേജാണ്. അപ്പോൾ ഇത്രയും കൊച്ചിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ എറണാകുളം, കൊച്ചിയിലാണ് കൂടുതൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. മറ്റൊന്ന് നിർമ്മലഗിരി കോളേജാണ്. നിർമ്മലഗിരി കോളേജ് കണ്ണൂർ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് മാറിയിട്ട് മാരിഗേൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പൊടിക്കാളം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതും എല്ലാ ദിവസത്തെ എക്സാമിനേഷൻ തന്നെയാണ് മാറിയിരിക്കുന്നത്. ഇനി കൊല്ലത്തുള്ളൊരു ചേഞ്ച്, ക്രിസ്തുരാജ് സ്കൂൾ മാറിയിട്ട് നമ്മുടെ TKM കോളേജ് ആയിട്ടുണ്ട്. അതും എല്ലാ ദിവസത്തെ എക്സാം തന്നെയാണ് മാറിയിരിക്കുന്നത്. മറ്റൊന്ന് കോഴിക്കോടാണ് പ്രത്യേക മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടത്തെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. കോഴിക്കോടത്തെ JDT ഇസ്ലാം HSS, ആ വെളിമാട് കുന്നുണ്ടായിരുന്ന JDT ഇസ്ലാമിലാണ് അവിടെ നമ്മൾ എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നത്. അവിടെ രണ്ട് സ്ഥലത്തേക്കാണ് എക്സാം സെൻറ്റർ മാറിയിരിക്കുന്നത്. ഒന്ന് ന്യൂ ജോസഫ് കോളേജ് ഓട്ടോണമസ്, രണ്ടും സെൻറ്റ് ജോസഫ് കോളേജ് ഓട്ടോണമസ് ആണ്. അത് ഒരേ കോളേജ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ന്യൂ ബ്ലോക്കും മറ്റൊന്ന് മെയിൻ ബ്ലോക്കിലേക്കുമാണ് മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂ ബ്ലോക്കിലേക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ റോൾ നമ്പർ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, 600 മുതൽ 665-719 വരെയാണ് ന്യൂ ബ്ലോക്കിലേക്കും. മെയിൻ ബ്ലോക്ക് ബാക്കി 720 മുതൽ 740 വരെയാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഒരേ കോളേജ് തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം കണ്ടിട്ട് രണ്ടും ഒരേ കോളേജ് തന്നെയാണ്. അത് ബ്ലോക്ക് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. മറ്റൊന്ന് PSMO കോളേജ്, തിരുരങ്ങാടി PSMO കോളേജ്, മലപ്പുറത്തൊരു മാറ്റം അതാണ്. അത് MSI ഹയർ സെക്കൻഡറി സ്കൂൾ അവിടേക്ക് മാറിയിട്ടുണ്ട്. അത് എല്ലാ ദിവസത്തെ എക്സാമിനേഷനാണ് മാറിയിരിക്കുന്നത്.
മറ്റൊന്ന്, പാലക്കാട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഓൾ ഡേയ്സ് അല്ല, എല്ലാ ദിവസത്തെയും എക്സാമിനേഷൻ പാലക്കാട് വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. പാലക്കാടത്തെ കുട്ടികളിൽ ഈ BES ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ കുട്ടികളും അതേപോലെ പാലക്കാട് ലയൺ സ്കൂളിലെ കുട്ടികളും, ഈ 2 സ്കൂളിലെ കുട്ടികളും ശ്രീ സരദ ശങ്കര കല്യാണ മണ്ഡപം, അതൊരു എനിക്ക് തോന്നുന്ന ഒരു കല്യാണ മണ്ഡപമാണ്, അങ്ങോട്ടാണ് ഇപ്പോൾ തൽക്കാലം മാറ്റിയിട്ടുള്ളത്. അത് ഒരു ദിവസത്തെ എക്സാം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതായത് 10ാം തീയതിയിലത്തെ എക്സാം മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലോ എക്സാമിനേഷൻ ആയിരിക്കും അല്ലേ 10ാം തീയതി വരുന്നത്. ആ എക്സാമിനേഷൻ മാത്രമാണ്. അപ്പോൾ അത് നമുക്കൊരു കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന് എഴുതാം കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കി എക്സാം, അതായത് 8ാം തീയതിയുടെ എക്സാമും അതേപോലെ തന്നെ അതിന് ശേഷം വരുന്ന എക്സാമുകളും ഇതേ സ്കൂളുകളിൽ തന്നെയായിരിക്കും. 10ാം തീയതിയിലത്തെ മാത്രം എക്സാം മാത്രമേ മാറ്റിയിട്ടുള്ളൂ. മറ്റൊന്ന്, വ്യാസവിദ്യാപീഠം എന്ന് പറയുന്ന സ്കൂളിലെ കുട്ടികൾ വ്യാസവിദ്യാപീഠം BEd കോളേജിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അഡ്ജസൻറ്റ് ടു എക്സിസ്റ്റിംഗ് സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള കുട്ടികൾ, അതായത് തൊട്ടടുത്തുള്ള കോളേജുകളാവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് രണ്ടും തൊട്ടടുത്ത കോളേജുകളാവാം. അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, 10, 12, 14 ദിവസങ്ങൾ എക്സാമിനേഷൻ മാത്രമായിട്ട് കുറച്ച് കുട്ടികൾ മാറ്റിയിട്ടുണ്ടാവും. അത് നിങ്ങൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ മാറ്റം കാണാം. അപ്പോൾ 8ാം തീയതിയിലെ എക്സാമിൽ മാറ്റമില്ല. 8ാം തീയതിയിലെ എക്സാം നിങ്ങൾ അവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 10, 12, 14 വരുന്ന എക്സാമുകളുടെ മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, BEd കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് 8ാം തീയതി പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്രയും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിൽ എറണാകുളം ഭാഗത്തുള്ള കുട്ടികൾക്ക് മാത്രമാണ് കുറച്ചധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കി 1, 2, 3 മാറ്റങ്ങളൊക്കെ മെയിൻലി വന്നിട്ടുള്ളൂ. ഇനി അതിനകത്ത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് പഴയ ഹോൾ ടിക്കറ്റ് തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഹോൾ ടിക്കറ്റ് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കൽ കൂടി ഇതൊന്ന് ICAയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്നും കൂടി നോക്കുക, ഇതിനകത്ത് എന്താണെന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.